നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചു എന്ന് സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ടും തെളിയിക്കുക സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ 8 3 11 ആയിരുന്നു നമസ്കരിച്ചിരുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം ഹിഷാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അലാ അദുല്ലുക അലാ അഅലമി അഹ്ലിൽ അർദി ബിവിത്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ നോക്കൂ നിങ്ങൾ, ഈ ഭൂമിയിലെ ആളുകളിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിത്ർ നമസ്കാരത്തെ സംബന്ധിച്ച്, രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിത്വമായിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച്, രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച്, വിത്റിനെ സംബന്ധിച്ച് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു. 9 റക്അത്ത് ആദ്യം നമസ്കരിക്കും, അതിൽ 8 റക്അത്ത് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹൂദിലിരിക്കും, സലാം വിട്ടാതെ വീണ്ടും 1 റക്അത്ത് നമസ്കരിക്കും. അതൊരു മറ്റൊരു രീതിയാണ്. രാത്രി നമസ്കാരത്തിന് വ്യത്യസ്ത രീതികളുണ്ട്, അതിലൊരു രീതിയാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9-ന് ശേഷം വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കും. എന്നിട്ട് അവർ പറയുകയാണ്, ഫതിൽക 11 റക്അത്തൻ യാ ബുനൈ, പൊന്നുമകനെ, അതാണ് മൊത്തത്തിൽ 11 റക്അത്ത്. നോക്കൂ, വളരെ കൃത്യമായി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ ഇദ്ദേഹത്തെ പറഞ്ഞയച്ചത് എന്തിനാണ്? ഭൂമിയിൽ വെച്ച് നബിയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹക്കാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും ശരിയായ എണ്ണമായിരിക്കണം. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത്. അത് ഫതിൽക 11 റക്അത്തൻ യാ ബുനൈ, 11 റക്അത്താണ് മകനെ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നബിയുടെ ആ നമസ്കാരത്തിന്റെ മറ്റൊരു രീതിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന വ്യക്തി ചോദിക്കുന്നത്, അഥവാ അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നത്, കൈഫ കാനത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, റമളാനിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം എങ്ങനെയായിരുന്നു? അഥവാ തറാവീഹാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ റസൂൽ അത് 4 ദിവസം നമസ്കരിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 3 ദിവസം, അതെങ്ങനെയായിരുന്നു എന്ന ചോദ്യമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ ജാമിഉം മാനിഉമായ ഒരു ഉത്തരമാണ് നൽകുന്നത്. അവിടെ പറയുന്നത് റമളാനിൽ ഒരു പ്രത്യേക നമസ്കാരം റസൂലിന് ഉണ്ടായിരുന്നില്ല, മറിച്ച് മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ, 11 റക്അത്തിൽ. അത് റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല. യുസല്ലി 4, ആദ്യം 4 നമസ്കരിക്കും, ഫലാ തസല അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന സുമ്മ യുസല്ലി 4, ഫലാ തസല അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന സുമ്മ യുസല്ലി 3. ആദ്യം 4 റക്അത്ത് നമസ്കരിക്കും, പിന്നെ ഒരൽപ്പം വിശ്രമിക്കും, പിന്നെയും 4 റക്അത്ത് നമസ്കരിക്കും, പിന്നെ വിശ്രമിക്കും, പിന്നെ 3 റക്അത്ത് നമസ്കരിക്കും. അങ്ങനെ അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ് എന്നും പറഞ്ഞു എണ്ണവും കൃത്യമായി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്.